ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അതിന് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും കമൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് വന്നു. സോ ഞാൻ വിചാരിച്ചു ഇന്നതിന് ആൻസർ ചെയ്യാമെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ റീസൺ എന്തായിരുന്നു? യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഡാൻസ് വീഡിയോ കുറച്ചുകൂടെ ആൾക്കാർ കാണണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊരു മോട്ടീവായിരുന്നു എനിക്ക്. അപ്പം അതിനാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഫീൽ എന്തായിരുന്നു? ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഞാനൊരു ഡാൻസിൻ്റെ ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നോർമലി ഞാൻ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു റീല് തന്നെ ഇവിടെ ഷോർട്സ് ആക്കി ഇടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ജസ്റ്റ് അതങ്ങ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്തത്. ആ ഒരു ഡിഫറൻസേ എനിക്ക് തോന്നിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ക്വിറ്റ് ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ നല്ല മടി പിടിച്ച് അങ്ങനെ ഇരിക്കാറുണ്ട് വീഡിയോസ് എടുക്കാൻ. അല്ലാതെ ക്വിറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു തോട്ടില്ല. മോസ്റ്റ് എംബാരസിങ് മൊമെൻ്റ് എന്തായിരുന്നു? മോസ്റ്റ് എംബാരസിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പം അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് താഴെ പോവുക, എല്ലാവരും നോക്കുക, അതൊക്കെ എനിക്ക് കുറച്ച് ഓക്വേർഡാണ്. പിന്നെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഞാൻ മൈസൂർ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിലിരിക്കുക. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആൾക്കാരിങ്ങനെ സീറ്റ്സിലിരിക്കുക, ഞാൻ ഒരു സീറ്റിലിരിക്കുന്നു. ആൾക്കാരുണ്ട്, ട്രെയിൻ ഫുൾ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രദറിനെ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഹലോ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർ എന്നെ തിരിഞ്ഞ് നോക്കി, സൈഡിൽ എന്നെ എല്ലാവരും നോക്കി. അപ്പം ഞാൻ ഓർത്തിതെന്താ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നത്. ഞാൻ ഹലോ പറഞ്ഞത് കുറച്ച് ലൗഡായിപ്പോയി. ഞാൻ അറിയുന്നില്ലല്ലോ, ഹെഡ്സെറ്റ് വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി, ഒരു എംബാരസിങ് മൊമെൻ്റ് ആയിട്ട് തോന്നി. എന്നിട്ട് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു എന്തിനാ ഇത്ര ഉറക്കെ സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ലോ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നെക്സ്റ്റ് വൺ ഡേ കൊളാബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന യൂട്യൂബർ. യൂട്യൂബേഴ്സ് അങ്ങനെ മീൻസ് യൂട്യൂബേഴ്സായിട്ട് അങ്ങനെ കൊളാബ് ചെയ്യണം ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കൊളാബ് കിട്ടുവാണെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. കുറേ ജ്വല്ലറി, സാരി പേജസ് ഒക്കെ ഉണ്ടല്ലോ. സോ അവരാരേലും ഒരു കൊളാബ് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നെക്സ്റ്റ് യൂട്യൂബിൽ എത്തിയതിന് ശേഷം നിങ്ങളിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? യൂട്യൂബിൽ എത്തിയതിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ചൊരു ചേഞ്ച് എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചേഞ്ച് ഒന്നുമില്ല പ്രത്യേകിച്ച്. നെക്സ്റ്റ് ഇപ്പോൾ വരെ ചെയ്തതിൽ ഏറ്റവും പ്രൗഡ് ഫീൽ ചെയ്ത മൊമെൻ്റ് ഏതാണ്? പ്രൗഡ് ഫീൽ ചെയ്ത മൊമെൻ്റ് ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള കേസ് പറയുവാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു ദിവസം പെട്ടെന്നൊരു മെസ്സേജ്. എന്നിട്ട് ആളെന്നോട് പറഞ്ഞു, നീ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ, കൊള്ളാമല്ലോ, നിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്കും വീഡിയോ ഒക്കെ ചെയ്യണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് നല്ല പ്രൗഡായിട്ട് തോന്നി. കാരണം ഒരാൾ എന്നെ കണ്ട് കുറച്ചെങ്കിലും ഇൻസ്പിറേഷൻ എടുത്ത് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയല്ലോ. സോ ഞാൻ അതിനൊരു റീസൺ ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നി. അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് യൂട്യൂബ് ജേർണിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ച്വലി കുറേ ആൾക്കാരുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയാണ് വീഡിയോസ് എടുത്തു തരുന്നതും ഡാൻസ് വീഡിയോസൊക്കെ എല്ലാം എടുത്തു തരുന്ന അമ്മയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പറയുന്നത്, മടി പിടിച്ചിരിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറയുന്ന അമ്മയാണ് മൊത്തത്തിൽ എല്ലാത്തിനും സപ്പോർട്ട് അമ്മ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെ കിട്ടിയ ഏറ്റവും സ്വീറ്റ് കോംപ്ലിമെൻ്റ് ഏതാണ്?
സ്വീറ്റ് കോംപ്ലിമെൻറ്റ് ഇപ്പോൾ ഡാൻസ് വീഡിയോസൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് സ്വീറ്റായിട്ട് തോന്നാറുണ്ട്. പിന്നെ അല്ലാത്തൊരു കോംപ്ലിമെൻറ്റ് പറയുവാണെങ്കിൽ ഞാൻ തഞ്ചാവൂർ പോയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം എൻട്രിയും സെയിം സെയിം ഇതിലാണ്, എക്സിറ്റും സെയിം ഇതിലാണ്. അപ്പോൾ കുറച്ച് പേര് അകത്തേക്ക് കയറുന്നുണ്ട്, കുറച്ച് പേര് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഒരാൾ കയറി വരുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കുവാണല്ലോ. അപ്പം അയാൾ വന്നിട്ട് നിന്നൊന്നുമില്ല, ജസ്റ്റ് നടക്കുന്ന വഴി ഇങ്ങനെ വന്നിട്ട് ரொம்ப അഴകാർക്കെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ അയ്യോ, നമ്മൾ അങ്ങനെ ആയിപ്പോയി. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്നത്. എന്നിട്ട് അയാൾ അങ്ങ് കയറിപ്പോയി. ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പം എനിക്കത് കുറച്ച് സ്വീറ്റായിട്ട് തോന്നി. പിന്നെ അയാളെ കണ്ടുമില്ല, പോയി. അത് സ്വീറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ നമ്മളോട് റാൻഡമായിട്ട് ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഒരു നല്ലൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നി. നെക്സ്റ്റ് വൺ, ഹൗ വാസ് യുവർ കോളേജ് ആൻഡ് ഹോസ്റ്റൽ ലൈഫ്? കോളേജ് ആൻഡ് ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് ലൈഫ് എനിക്ക് അത്ര അങ്ങനെ ഒത്തിരി ഒന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. എൻ്റെ കോളേജ് ഒരു ഓക്കെ കൈൻഡ് ഓഫ് ഒരു ലൈഫായിരുന്നു. എനിക്ക് എന്താ എപ്പോഴും എക്സാം, ഇൻറ്റേർണൽസ്, മീൻസ് യൂണിവേഴ്സിറ്റി എക്സാം, പിന്നെ ഇൻറ്റേർണൽ വരും. അങ്ങനത്തെ ഒരു ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം അത്ര ഒരു എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം അന്ന് ആലോചിക്കുമ്പോൾ എന്താ, കോളേജിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി, പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. പിന്നെ ആർട്സ് ഡേ അതും മിസ് ചെയ്യുന്നുണ്ട്. കോളേജിനെ പറ്റി അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഹോസ്റ്റൽ ലൈഫ് കുറച്ചുകൂടെ ഒരു ചിൽ മോഡായിരുന്നു എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കല്ല, ഹോസ്റ്റലാകുമ്പോൾ അറിയാമല്ലോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു എൻജോയ് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലിൽ ഞാൻ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലൊന്നും അങ്ങനെയല്ല. ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് അത്യാവശ്യം എന്താ ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി അത് മാറി മാറി വന്നു. അങ്ങനെ ഹോസ്റ്റൽ ലൈഫ് കുറച്ചുകൂടെ നല്ലതായിരുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ ഇൻ ഡൂയിങ് യൂട്യൂബ് വീഡിയോസ്? അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷനൊന്നും എനിക്കില്ല. ഡാൻസ് കുറേ പേര് കാണണം എന്നുള്ളൊരു മോട്ടീവായിരുന്നു. ഫസ്റ്റ് വൺ ആൻസർ തന്നെ സെയിം. അല്ലാതെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ദിവസം അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ചേച്ചിയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മ എന്താണ്? രസകരമായ ഒരു ഓർമ്മ പറയുവാണെങ്കിൽ പണ്ട് എന്നെ ഒരു ഡോഗ് ഓടിച്ചിട്ടുണ്ട്. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് എന്തോ പോവാ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലായി 2 വീട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഡോഗ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുക. അപ്പം ഞാൻ കുറച്ച് നേരം നിന്നു, എന്തിനീ ഡോഗ് പോവോ എന്നറിയാനായിട്ട് ഞാൻ നിന്നു. പക്ഷെ ഡോഗ് പോയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിഞ്ഞോടി. അപ്പം ഡോഗ് എന്ത് ചെയ്തു, ഡോഗ് എൻ്റെ പുറകെ ഓടി. ഞാൻ കാറിക്കൊണ്ട് ഓടി. ഡോഗ് എൻ്റെ പുറകെ എന്നെ കടിക്കാൻ വേണ്ടിയിട്ട് ഓടി. പക്ഷെ കടിച്ചൊന്നുമില്ല. എന്നിട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടി. പിന്നെ അത് പോയി. പിന്നെ അന്ന് എനിക്കപ്പം ഡോഗിനെ കുറച്ച് പേടിയാണ് ഇപ്പോഴും. ചില ഡോഗ് അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാണ്. നെക്സ്റ്റ് വൺ, ചെറുപ്പത്തിൽ വലുതാകുമ്പോൾ ആരാകണമെന്നായിരുന്നു ആഗ്രഹം? ചെറുപ്പത്തിൽ എനിക്ക് പല അംബീഷൻസ് ആയിരുന്നു. കുറച്ച് നാൾ ടീച്ചർ ആവുക എന്നതായിരുന്നു എൻ്റെ അംബീഷൻ. പിന്നെ അത് കഴിഞ്ഞ് അച്ചുവിൻ്റെ അമ്മയൊക്കെ ഇറങ്ങിയ ടൈമിൽ ആ മൂവി കണ്ടിട്ട് സിവിൽ എഞ്ചിനീയർ ആകണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അതിലെ മീര ജാസ്മിനെ പോലെ ജോലി ചെയ്യുക, സൈറ്റിൽ പോയി ഇങ്ങനെ ജോലി ചെയ്യുക, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ആവണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് മാറി പിന്നെ വീണ്ടും ടീച്ചറിലേക്ക് എത്തി. പിന്നെ അങ്ങനെ ഞാൻ പോയത് ബിടെക്കിനാണ് പോയത്. പക്ഷെ സിവിലല്ലായിരുന്നു പോയത്. അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ
കോമഡി ആയത് എപ്പം ഓർത്താലും ചിരി വരുന്നത് പോലത്തെ എന്തായിരുന്നു? ചിരി വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണല്ലേ. ഇൻസിഡൻറ്റ് പറയുവാണെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ ബസ് ഇപ്പോൾ 8 മണിക്ക്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 8 മണിക്ക് സ്കൂൾ ബസ് വരുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ചിലപ്പം ഞാൻ ലേറ്റ് ആവും. അപ്പോൾ സ്കൂൾ ബസ് വന്ന് കിടക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും. അപ്പോൾ ആ ടൈമിൽ സ്കൂൾ ബസ് നേരത്തെ വന്ന് ചിലപ്പോൾ അത് സ്കൂൾ ബസ് നേരത്തെ വന്നത് ഓൺ അടിക്കുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടത്തില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഓടും. അതെന്താ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോവും. അതിപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു ഫണ്ണിയാ. കാരണം ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? എല്ലാവരും സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി അതിൽ കയറാനല്ലേ നോക്കൂ. ഞാൻ എന്നിട്ട് പറയും സ്കൂൾ ബസ് വീണ്ടും തിരിച്ചു വരണം, മീൻസ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തിരിച്ചു വരണം എന്ന് പറയുമെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും. എനിക്കറിയില്ല, അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഫണ്ണിയായിട്ട് തോന്നുന്നു. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം എന്താണ്? ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പാമ്പിനെ എനിക്ക് നല്ല പേടിയാണ്. പാമ്പിൻ്റെ ഫോട്ടോ പോലും എനിക്ക് പേടിയാണ്. എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് പേടിയാണ് എനിക്ക്. പാമ്പ് ഇതിലെ പറമ്പിൽ കൂടെയൊക്കെ പോയി അങ്ങനെ നമ്മൾ കണ്ടാൽ ഞാൻ ഓടി അകത്ത് കയറും. എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് പാമ്പിനെ പറ്റില്ല, മീൻസ് പാമ്പിനെ കാണാൻ പറ്റില്ല, ഫോട്ടോ പോലും കാണാൻ പറ്റില്ല. പണ്ട് എൻ്റെ അണ്ണൻ ഇങ്ങനെ TV-യിലൊക്കെ മറ്റേ ചാനലുണ്ടായിരുന്നല്ലോ, ജിയോഗ്രഫിക്കൽ ചാനലിൽ പാമ്പിൻ്റെ വരുമ്പം അത് വെക്കും. അയ്യോ, എനിക്കപ്പോൾ നല്ല പേടിയായിരുന്നു, ഞാൻ കാണത്തേ ഇല്ല. അപ്പം അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഞാൻ കാണത്തില്ല. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കുമായിരുന്നു. ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ, എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഇല്ല ആക്ച്വലി. നെക്സ്റ്റ് വൺ, സാഡ് മൊമെൻറ്റ്. ഇപ്പം എന്താ പറയുക, നമുക്ക് ലൈഫാകുമ്പോൾ കുറച്ച് സാഡ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു ക്യാൻസലായിപ്പോയി എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതായിരിക്കും, പക്ഷെ നമുക്കത് കിട്ടിയില്ല, അത് ക്യാൻസലായിപ്പോയി. അപ്പം നമുക്കൊരു സാഡ് മൊമെൻ്റ് ആണല്ലോ. ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചതാണോന്ന് എനിക്കറിയില്ല സാഡ് മൊമെൻറ്റ്. ഇപ്പം ഞാൻ ഈ ആൻസറേ പറയുന്നുള്ളൂ അതിന്. നെക്സ്റ്റ് വൺ, യൂട്യൂബ് തുടങ്ങിയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അല്ലാതെ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ടൈമാണ് പോണത്. സോ നിങ്ങളൊന്നും ആലോചിക്കാതെ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു സൈഡ് ഓഫ് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ ഒരു സൈഡ് ഓഫ് ആൾക്കാർ നമ്മളെ നെഗറ്റീവ് പറയാനുണ്ടാവും. അപ്പം അതിൽ നിന്ന് എന്താ മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നില്ല. സോ നമ്മൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ അല്ലാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഡു ഇറ്റ്, അത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് വൺ, ചേച്ചി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തളർത്തിയവരോട് എന്താണ് പറയാനുള്ളത്? എന്നെ ആരും അങ്ങനെ തളർത്തിയിട്ടില്ല, പക്ഷെ കളിയാക്കി ഇട്ടുണ്ട്. ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ ഡാൻസ് ചെയ്യുന്നത്, ഇതാണോ ഡാൻസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് ഇതാണോ ഡാൻസ് അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അല്ലാതെ വലിയൊരു തളർത്തലൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. നെക്സ്റ്റ് വൺ, ചേച്ചിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും സന്തോഷം തരാറുള്ളത് എന്താ? നിങ്ങൾ ഓഡിയൻസിൻ്റെ കമൻസ് കാണുമ്പോൾ, വ്യൂവേഴ്സിൻ്റെ കമൻസ് കാണുമ്പോൾ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരാറുള്ളത്. അത് തന്നെ. പിന്നെ ഡാൻസിൻ്റെ കേസിലാണെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആവുന്നത്. അപ്പം ഒരു ഡാൻസ് വീഡിയോ ഇട്ടാൽ എനിക്ക് തന്നെ
മീൻസ് ഞാൻ തന്നെ ഹാപ്പി ആവാറുണ്ട്. അപ്പം അതിന് കമൻസ് ഒന്നും വന്നില്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, നമ്മുടെ വീഡിയോ കൊള്ളാം എന്ന് തോന്നുമ്പം ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഉണ്ട്. നെക്സ്റ്റ് വൺ, ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ കമൻസ് കാണുമ്പോൾ എന്ത് തോന്നാറുണ്ട്? കമൻസ് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ആവാറുണ്ട്. കാരണം കുറേ ആൾക്കാർ എന്നോട് നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വലിയ കാര്യമാണ്. ഇപ്പം ചില ആൾക്കാർ നേരിട്ട് പറയാറുണ്ട്, പിന്നെ ഡാൻസ് വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ എന്താ പറ്റിയേ, ഡാൻസ് വീഡിയോസ് ഇടണം, അങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് വൺ, ചേച്ചിയുടെ വീഡിയോസ് കാണുന്നവരിൽ നിന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞ ഒരു നല്ല കാര്യം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടാതിരിക്കുമ്പോൾ, അല്ല വീഡിയോസൊക്കെ ഇടാതിരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ആൾക്കാർ, എന്താ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ പറയാറുണ്ട്, ഏത് വീഡിയോസ് ഇട്ടാലും ഡാൻസ് വീഡിയോസ് ഇടണം, ഡാൻസ് അല്ലേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ, അപ്പം അത് ഇടണം എന്ന് പറയാറുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഫുൾ ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് അത് കേൾക്കുമ്പോൾ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വീഡിയോസ് എഡിറ്റ് ചെയ്യാനും തംബ്നെയിൽ ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആരെങ്കിലും, അതോ ഞാൻ തന്നെയാണോ ചെയ്യുന്നതെന്ന്? എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഡാൻസ് വീഡിയോസ് ഞാൻ അങ്ങനെ നോർമലി എഡിറ്റ് ചെയ്യാറില്ല. ജസ്റ്റ് ലൈക്ക് വേണ്ട ഭാഗം കട്ട് ചെയ്തിട്ട് ഇടുവാണ് ചെയ്യാറ്. പിന്നെ അല്ലാത്ത റീൽസ് ഉണ്ടല്ലോ, ഇപ്പം ഡാൻസ് അല്ലാത്ത റീൽസ് ഷോർട്സ് ഒക്കെ മിക്കതും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആളോട് പറഞ്ഞ ആൾ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാറുണ്ട്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ അല്ല ഇത്, കമൻ്റ് ആണ്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലൈക്ക് ക്വസ്റ്റ്യൻ അല്ല കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ആൻസർ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവരോടും താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം.